ലഞ്ച് കഴിച്ച ഉടനെ ഞങ്ങൾ ഈ പോണത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണാനാണ്. ഞങ്ങൾ ഈ വഴി പോകുമ്പോഴൊക്കെ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണിത്. അതുകൊണ്ടാണ് ഇടിച്ചു കയറി പോയതും. പക്ഷെ പോയതിനേക്കാൾ ഇരട്ടി സ്പീഡിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ പ്രവേശനമില്ലാത്ത കൊടുങ്കാട്ടിലേക്ക് കയറിപ്പോയിട്ട് പ്ലാൻ എയും, മഴ കാരണം ഒരു ലേക്കിൻ്റെ അവിടെ പോകാനുള്ള പ്ലാൻ ബിയും, വഴി തെറ്റിപ്പോയിട്ട് വേറെ എവിടെയോ ചെന്നെത്തിയിട്ട് പ്ലാൻ സിയും നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത പ്ലാനുമായിട്ട് പോയപ്പോഴാണ് വഴിയിൽ ഇതുപോലൊരു വെള്ളം കണ്ടത്. മടി കാരണം മാത്രമാണ് ഞാൻ ഷൂസ് ഇടാതെ വന്നത്. പക്ഷേ എൻ്റെ ആ മടി എനിക്കിവിടെ നല്ല ഹെൽപ്ഫുള്ളായി. അങ്ങനെ എല്ലാ പ്ലാനുകൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലം നല്ല അടിപൊളിയായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ള, അത്യാവശ്യം പ്രൈവസി ഉള്ള, ഒരു ഈവനിങ് ഒക്കെ ചിൽ ഔട്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. വരുന്ന വഴിയിലും ഇതിൻ്റെ ഇടയിലൊക്കെ മസ്റ്റാർഡ് ഫീൽഡ് ഉണ്ടായിരുന്നു. ഇതിലെവിടെയാണ് മസ്റ്റാർഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചെടിയിൽ വെറുതെ ഒന്ന് തൊട്ട് നോക്കിയതാണ്. ചെറിയൊരു ഷോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ചായക്കടയിൽ കയറിയിട്ട് നല്ല ചൂടുള്ള എണ്ണക്കടി എന്തെങ്കിലും കഴിക്കാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ചായക്കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് ആര് വിളിച്ചാലും നമുക്ക് പറയാനൊരു ഉത്തരം ഉണ്ടാവുള്ളൂ: നേന്ത്രപ്പഴം. അങ്ങനെ നല്ല ചൂടുള്ള പഴംപൊരിയും ചായയും കഴിച്ച് ഞങ്ങൾ സാറ്റിസ്ഫൈഡായി.